ബംഗളൂരു രാമേശ്വരം കഫയിലെ സ്ഫോടനത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. ഇവരെ ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു. സ്ഫോടനത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് NIA പരിശോധിക്കുന്നുണ്ട്. തിരക്കുള്ള ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഫോടനം നടന്ന കഫേ സന്ദർശിച്ചു. Government will bear all the treatment charges to all the patients. About 10 people are injured. They are all in different hospitals. The patients who are here in this hospital, they are recovering and they are responding very well to the treatment. I told the doctor, the government will bear the entire expenses. അഖിലശ്രീ ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഖിലശ്രീ, ബംഗളൂരു പോലുള്ള ഇന്ത്യയുടെ IT തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കഫേയിലുണ്ടായ സ്ഫോടനം കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇതിനോടകം 4 പേർ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്ഫോടനവുമായി എന്തെങ്കിലും നേരിട്ട് തരത്തിൽ ബന്ധമുള്ള ആളുകളാണോ? ഏത് വിധത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? മാത്രമല്ല, ഒരു വ്യക്തി ബാഗുമായി ഈ കഫേയിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് ഇഡലി ഓർഡർ ചെയ്യുകയും പിന്നീട് ബാഗ് ഇവിടെ വെച്ച് ഇഡലി കഴിക്കാതെ പുറത്തോട്ട് പോവുകയും ചെയ്തത് CCTV ദൃശ്യങ്ങളിലും വ്യക്തമായിരുന്നു. ഈ വ്യക്തി കസ്റ്റഡിയിലെടുത്തവരുടെ പട്ടികയിൽ ഉണ്ട് എന്ന തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ബിനിൽ, നിലവിൽ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ധാർവാഡ്, ഹുബ്ബള്ളി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സ്ഫോടനം നടന്ന 24 മണിക്കൂറിനുള്ളിൽ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കാനാണ് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം ഇവരെ ചോദ്യം ചെയ്യുകയാണെന്നാണ് വിവരം. 2022 മംഗളൂരുവിലുണ്ടായ കുക്കർ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിയെന്ന് കരുതുന്ന മാസ്കും തൊപ്പിയും ധരിച്ച ആളുടെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഇതിന് പിന്നാലെയാണ് ഈ 4 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ബിനിൽ, ഒപ്പം അഖിലശ്രീ, ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കഫയിൽ, രാമേശ്വരം കഫയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഒപ്പമുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സംഭവസ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരക്കുള്ള ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിനിൽ.